ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മഷ്റൂം തോരനാണ്. അതിനുവേണ്ടി ഇതേ കുഞ്ഞു മഷ്റൂംസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. ഇത് കുറേശ്ശെ എടുത്ത് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മുറിച്ച് കളയാം. ഇപ്പോൾ എല്ലാ മഷ്റൂംസും ഇവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതെല്ലാം കഴുകിയെടുത്തിട്ട് വരാം. ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കുക ഇത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയൊക്കെ ഇപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വാരി വെച്ചേക്കുന്ന മഷ്റൂംസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊന്ന്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ മഷ്റൂം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. മഷ്റൂം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡിഷാണിത്.